ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മൈക്കിൽ വെക്കാം, നിങ്ങൾ സംസാരിക്കോ? ശരി. അല്ല, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നോട് പറഞ്ഞ ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരിക്കും. ഇവിടെ ഒരു പൈസലോ 4 പൈസലോ ഇളകിയാലും ഒന്നും സംഭവിക്കാനില്ല. മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. കോപ്രായൊക്കെ ഒഴിവാക്ക്. ഫൈസൽ, എന്നോട് പറഞ്ഞ ആള് ഈ മൈക്കിലൂടെ ഈ സദസ്സിൽ മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണോ? ഇപ്പൊ പറഞ്ഞത് കേൾക്കാം. പറഞ്ഞത് കേൾക്കാം. അവിടുത്തെ കളകളാണ് പറയുന്നത്. മിണ്ടാതെ അവിടെ ഇരിക്കും. മിണ്ടാതെ അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു കേൾക്കാം. ആ ജാതി വർത്താനം പറയണ്ട. എന്നോട് പറഞ്ഞ ആൾ കാപ്പ്. ഇപ്പൊ ആര് പറഞ്ഞാലും അനക്കിച്ച് പറഞ്ഞ മാത്രം സത്യം, വേറെയുള്ളതൊക്കെ കള്ളന്മാരും. മിണ്ടാതെ അവിടെ ഇരിക്കും. ഞാൻ കേൾക്കാം. അബ്ദുൽ ഖാദിർ ഹാജി എന്നോട് ഇത് ആദ്യം പറഞ്ഞത്. അബ്ദുൽ ഖാദിർ ഹാജി, നീ മിണ്ടാതെ എനിക്ക് ബാക്കിയുള്ളത് കേൾക്കട്ടെ. നീ നന്നാവാൻ വന്നതല്ല, നീ ചോദിക്കാൻ വന്നതല്ല, ഇവിടെ ഇളക്കാൻ വന്നതാണ്. അതുകൊണ്ട് അത് നടക്കൂല. അവിടെ മിണ്ടാതെ അവിടെ ഇല്ല. അബ്ദുൽ ഖാദിർ ഹാജി അദ്ദേഹം സംസാരിക്കും. ഞാൻ ഈ മൈക്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം. ഖാദിർ ഹാജി പറഞ്ഞോളൂ. ഈ സംസ്കാരമില്ലാത്ത പരിപാടി ഒരു മുജാഹിദ് സദസ്സിൽ വന്നിട്ട് ഞാനിത് അബ്ദുൽ ഖാദിർ ഹാജി പറയുന്നത് ഈ സദസ്സിന് കേൾക്കാനാണ്. ഖാദിർക്കെ പറഞ്ഞോളൂ. ഹലോ, പറയൂ, ഉറക്കെ പറയും. എത്ര കൃത്യമായാണ് ഇവിടെ മറുപടി പറഞ്ഞത് എന്ന് സാധാരണക്കാർ ആലോചിക്കാം. അബ്ദുറഹ്മാൻ സലഫി